വന്നേ. വേഗം വന്നാട്ടെ. ഇവനിങ്ങനെ പോയാ എന്നെ അടുക്കും എനിക്കറിയത്തില്ലേ. ഈ ചായ വന്ന പിന്നെ ഉഴപ്പിച്ചിരി കൂടുതലാ. എന്നാടി കയ്യേ? ഓ അതേ തന്നെ പൊടിയാ. அந்த மருதனுக்கு போய் சொல்லணும். அவன் வேலை பண்ணிட்டு இருக்கும் போது ஒரு நாள் காட்டுக்குள்ள அவன் ஒண்ணுக்கு போனேன். அப்போ அவன் கண்ணாலே பார்த்தேன், அந்த சாண்டி அந்த மேரி இவங்க தப்பு பண்ணிட்டு இருக்கு. இந்த விஷயம் தெரிஞ்சுதான் அந்த மைக்கேல் கொடுக்காருன்னு ஆனது தெரியுமா? அவன் மன நிம்மதியே இல்லை. ஆனா அந்த சாண்டியை ஒண்ணும் பண்ண முடியாது. அவன் ஒரு கொலைக்காரன். இந்த மாதிரி திருட்டு பசங்களை இந்த ஊரிலே வாழ விடக்கூடாது. அதுதான் நான் சொல்றேன். തോട്ടത്തിലെ വേലയ്ക്ക് ആളിരിക്കെ. കളി എവിടം വരെ തോമസേ? കളിച്ച് കളിച്ച് നാട്ടുകാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ കേൾക്കുന്ന മൈക്കിളെ. എന്നാടാ അറിയത്തില്ലയോ? പറയാൻ എങ്ങനെ അറിയുന്നു? ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? എന്നാടാ സംഭവം? ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തെമ്മാടുത്ത കാണിച്ചാൽ തല്ലിക്കൊല്ലണം. തന്റെ കെട്ടിയോളം ചാട്ടച്ചാരുമായിട്ട് എന്നതാ ഇടപാട്? ഇടപാടോ? നാട്ടിലൊക്കെ പാട്ടായിരിക്ക. എന്തോന്ന്? തന്റെ ഭാര്യയ്ക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതമുണ്ടെന്ന്. എന്നാടാ പറഞ്ഞു? തെമ്മാടിത്തരം പറഞ്ഞ നാവ് ഞാൻ പിടിച്ചെടുക്കും. என்னங்க ஓசி அனுப்பின யாருங்க? ஒரு லெட்டர் இருக்கு. அந்த பையனுக்கு ஒரு கத்து இந்தாங்க. ആരാടാ? ബ്രഹ്മഡ്രസ് ഇല്ല, കയ്യക്ഷരം കണ്ടിട്ട് തൊമ്മിക്കുഞ്ഞാണെന്നാ തോന്നുന്നു. തൊമ്മിക്കുഞ്ഞിന് തന്നെയാ. എന്നതാ വിശേഷം? പൊട്ടിക്കട്ടാ. പ്രിയമുള്ള ആന്റപ്പനും കുട്ടപ്പായും മൊയ്തീനും വായിച്ചറിയാൻ വേണ്ടി തൊമ്മിക്കുഞ്ഞ് എഴുതുന്നത്. നിങ്ങൾ സങ്കടപ്പെടരുത്. ചാണ്ടിച്ചായന് കഴിവതും ഈ കാര്യം അറിയിക്കുകയും ചെയ്യരുത്. നമ്മുടെ കോര സാറ് കിടപ്പിലായി ആന്റപ്പ. മിനിയാന്ന് തച്ചമ്പലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിക്കൂർ നേരം കോര സാറ് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോര സാറിന് എന്തോ ഒരു അസ്കിത തോന്നിയത്. എന്തോ ഒരു വിമ്മിട്ടം പോലെ തോന്നട തൊമ്മിക്കുഞ്ഞെ. കാർ ഏതായാലും ആശുപത്രിയിലോട്ട് വിടുമെന്ന് എന്നോട് പറഞ്ഞു. കോര സാറ് ഇപ്പൊ ഐസിയുവില്ല. ചാണ്ടിച്ചൻ ഈ വിവരം അറിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടച്ച് ഓടിയിങ്ങ് പോരും. അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞത്. കർത്താവിന്റെ അനുഗ്രഹത്തിൽ കോര സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കോരസാറിന്റെ രോഗകാര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു എന്ന് സ്വന്തം തൊമ്മിക്കുഞ്ഞ്. എന്റെ ഈശോ ഈട്ടിത്തടി പോലെ ഇന്ന് കോരസാറിന് തന്നെ പറ്റിയതാ. നമുക്ക് ഉടനെ പുറപ്പെടാണ്ടിപ്പ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ചാണ്ടിച്ചാന്റെ വിവരം അറിയിക്കണ്ടായോ? അത് വേണ്ട. തൊമ്മിക്കുഞ്ഞ് പറഞ്ഞ പോലെ ചാണ്ടിച്ചൻ തളർന്നു പോകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമുക്ക് ഉടനെ പോയി വെക്കൂ. വാ വാ. നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാ കെട്ടും കിടാരൊക്കെ ആയിട്ട്? മൊയ്തിക്കട പെങ്ങള് സോറി ഉണ്ടല്ലോ, അവൾക്കൊരു കല്യാണാലോചന. ആണോ? നല്ല കാര്യം. പക്ഷെ അവൾക്ക് അതിനുള്ള പ്രായമായോടാ പോയി. ആയി. അവക്കിപ്പം വയസ്സ് 10 പക്ഷെ കണ്ടാ തോന്നുന്നില്ല. അല്ല, കല്യാണം ആലോചനയല്ലേ ആയുള്ളൂ. അതിന് മോദി മാത്രം പോയാ പോരെ? എല്ലാരും കൂടെ കല്യാണത്തിന് 4 ദിവസം മുമ്പ് നമുക്ക് ചേർന്നങ്ങ് പോവാം. അല്ല, മൊയ്തിക്ക പോണെന്ന് പറഞ്ഞപ്പോ എനിക്കൊരാശ. എങ്കിൽ പിന്നെ നാട്ടിൽ പോയി അമ്മച്ചിനൊന്നും കണ്ടിച്ചു വരാലോ. ഇവന്മാർ രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട്. പറഞ്ഞ പോലെ അതും ശരിയാ. എന്നാ പിന്നെ ഞാനും വരാം. കോര സാറിനെ കണ്ടു ഒത്തിരി നാളായി. അതല്ല, ചാണ്ടിച്ചായ ഇപ്പൊ വന്നാൽ ശരിയാവുകയല്ല. അനിയച്ചാർക്ക് വാഴക്കാര്യത്തിൽ ശ്രദ്ധ കുറവാ. ചാണ്ടിച്ചായ വന്നാ നമ്മുടെ ഇതുവരെയുള്ള അധ്വാനം ചുമ്മാ പാഴായി പോകും. ചാണ്ടിച്ചായ ചേടാ, ഇതെന്നാ പണികളാ പോയി? നിങ്ങളില്ല, ഞാൻ എങ്ങനെ അവിടെ കഴിയുന്നേ? 1-2 ദിവസത്തേക്കല്ലേ ചായ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറന്നിങ്ങെത്തില്ലേ. ശരി ശരി. എന്നതായാലും ഇത് വലിയ കൊലച്ചതി ആയിപ്പോയി. പിന്നെ ഒരു കാര്യം, 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം അറിയാമല്ലോ. 4-5 ദിവസം കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിലെ ഉത്സവ. അത് നമുക്കൊന്ന് കലക്കി പൊരിക്കണം. എന്നാ വേഗം ചെല്ല്. ചെല്ലടാ. ചാണ്ടിച്ചായ ഇതെന്നാ കൊച്ചു പിള്ളേരെ പോലെ? ചുമ്മാ കയറാതെ. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരത്തില്ലയോ? പോട്ടെ, 2:30 വണ്ടി പിടിക്കണം. ചെല്ല്. നേരങ്ങളെയാണ്ട് പോടാവേ.
അപ്പൊ ശരി. ആനിയല്ലേ? അതെ, ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനി എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോഴാ ആനിയെ കാണുന്നേ. എന്നിട്ട് എങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ചി എന്തിയേ? ജോണിച്ചായ, അത് ശരി, രണ്ടാളും കേറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഉം. ഒരു മുഖപരിചയം ഇല്ലാത്തവൻ കയറി വന്ന് ആനില്ലെന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ ചേച്ചി. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു, ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായൻ. അല്ല, ഇച്ചായൻ മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ, ഇച്ചായൻ വന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കി പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം. എടാവേ കോഴി തികയില്ല. ഞാൻ പോയി 3-4 കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ട ചെയ്ത തികയും. എടാ ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി, ഇച്ചിരി ഇവിടെ കോഴി ഇറച്ചി ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. ഇച്ചായൻ ഒന്നിങ്ങ് വന്നേ. എന്നെയാന്നോ? അല്ല, ജോണിച്ചായൻ വിളിക്കുന്നു, എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. ആ രൂപ ഒത്തിരി ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചായൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാത്തിനാ? എത്ര നാളങ്ങനെ വാണി വെട്ടി കഴിയുന്നേ? സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെക്കണ്ടായോ? ആ അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതിൽ പാതി കാശ് ജോണിച്ചായന്റെയാ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലോടാ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് വിടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശുമായിട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവേ. 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിക്കണ്ട, ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ കാശെടുത്ത്.